ദേ നമ്മുടെയൊക്കെ വീട്ടിൽ വാട്ടർ ബില്ല് കൂടുന്നതിനുള്ള ഒരു സംഭവമല്ലേ ഇത്. നമ്മുടെ പ്യൂരിഫയർ അക്വാഗാർഡ് എന്നൊക്കെ പറയുന്ന സാധനം ഇതിന്ന് ഒരു കുപ്പി വെള്ളം നമുക്ക് നല്ലത് കിട്ടണമെങ്കിൽ ഒരു 5-6 കുപ്പി വെള്ളം വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് വാട്ടർ ബില്ല് കൂടാൻ നല്ല വാട്ടർ ബില്ല് വരും. അപ്പോൾ ഈ വേസ്റ്റാവുന്ന വെള്ളം നമുക്ക് സേവ് ചെയ്ത് അത് ഉപയോഗിക്കാൻ കണക്കാക്കി ഞാനൊരു സംഭവം ഉണ്ടാക്കി. ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മുടെ ഈ കുപ്പി വെള്ളം മേടിക്കുന്ന ഒരു വലിയ ബോട്ടിൽ മേടിക്കുക. എന്നിട്ട് അതിൻ്റെ മോള് വശം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു പിച്ചാത്തി ചൂടാക്കിയിട്ട് എടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അടിവശത്ത് കണ്ടിട്ട് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇതിൻ്റെ ഇവിടെ ഒന്ന് തുളയ്ക്കുക. എന്നിട്ടൊരു പൈപ്പ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്ത് അതിട്ട് ടൈറ്റ് ആക്കാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ, അതും കൂടി ഇട്ട് ടൈറ്റ് ആക്കിയിട്ട് ഒരു MC വാങ്ങിച്ച് ചുറ്റും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലീക്കും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ വേറൊരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടിട്ട് ഒരു കുഞ്ഞ് ഓട്ടയും ഇട്ടിട്ട് ഒരു കുഞ്ഞ് പൈപ്പ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് നമ്മൾ പ്യൂരിഫയർ ഓൺ ആക്കുമ്പോൾ വെള്ളം ഈ കുപ്പിയിൽ നിറയും. ഈ കുപ്പിയിൽ നിറയുന്ന വെള്ളം നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കാം. എല്ലാവരും അത് ചെടിക്കൊക്കെ നനയ്ക്കാൻ പാകത്തിൽ ഇടുകയാണെങ്കിൽ അത്രയും വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് സിങ്കിലേക്ക് ഇട്ടേക്കും, അതങ്ങനെ പോകും. ഞങ്ങൾക്കെന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ടാങ്ക് തന്നെ നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത വെള്ളം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ വെള്ളം പാത്രം കഴുകുക, പിന്നെയും വീണ്ടും നിറയുമ്പോൾ നമുക്ക് ആ പാത്രം കഴുകാം. വേണമെങ്കിൽ നല്ല വെള്ളത്തിൽ പൈപ്പ് തുറന്ന് വീണ്ടും ഒന്നും കൂടി കഴുകിയിട്ട് ആ പാത്രം വൃത്തിയാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന് നല്ലൊരു പാത്രം എടുത്ത് ഇങ്ങനെ അടച്ചു വെച്ചാൽ അതവിടെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം നിറയുമ്പോൾ പാത്രം കഴുകാം. പിന്നെ അത് കാലിയാകുമ്പോൾ വീണ്ടും നമ്മൾ കുടിവെള്ളം എടുക്കാൻ നേരത്ത് അത് വീണ്ടും ഈ കുപ്പി നിറയും. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പാത്രം കഴുകാം. അപ്പോൾ അങ്ങനെ കുറേ വെള്ളം സേവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഇത് കേട്ടോ.